H1B വിസ ട്രംപ് നിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും നരേന്ദ്രമോദിക്ക് മുട്ടൻ പണി കിട്ടും എന്നൊക്കെയാണ് ഇവിടെയുള്ള പല ആൾക്കാരും പല ടെക് വിദഗ്ധന്മാരും, അതായത് മറ്റു പാർട്ടികളിലുള്ള ടെക് വിദഗ്ധന്മാരും നിഷ്പക്ഷരായിട്ടുള്ള, അതേസമയം BJP വിരോധികളായിട്ടുള്ള, നരേന്ദ്രമോദി വിരോധികളായിട്ടുള്ള ടെക്നീഷ്യൻസും ടെക് വിദഗ്ധരുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ പണി കിട്ടിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ വിസ സംബന്ധിച്ച തീരുമാനം ട്രംപിനെ ഇപ്പോൾ സാരമായി ബാധിച്ചിരിക്കുന്നു. ഇത് കോടതിയിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ പുതിയ H1B വിസ അപേക്ഷകർക്കും $1,00,000, ഏകദേശം 83 ലക്ഷം രൂപ ഉയർന്ന ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂട തീരുമാനത്തെ US ചേംബർ ഓഫ് കൊമേഴ്സ് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ്. ഈ നീക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന നയമെന്നും അമേരിക്കൻ നവീകരണത്തെയും മത്സരശേഷിയും ദുർബലപ്പെടുത്തുന്ന വ്യക്തമായും നിയമവിരുദ്ധമെന്നും വിശേഷിപ്പിച്ച ചേംബർ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് H1B വിസ നിരോധിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാശ് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ അമേരിക്കയിലേക്ക് വരാതെയാകും. അമേരിക്കയിൽ വരാതെ ആയിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് മേഖല തകരും. ആരാണ് ഇന്ത്യക്കാരെ പോലെ അമേരിക്കയിൽ പണിയെടുക്കാൻ, അതായത് ഈ ഫീൽഡിൽ ടെക് ഫീൽഡിൽ പണിയെടുക്കാൻ സ്കില്ലുള്ളവർ? 70% ആൾക്കാരും അമേരിക്കയുടെ കോർപ്പറേറ്റ് ഫീൽഡ്, ടെക് ഫീൽഡിലുള്ളവരിൽ ഇന്ത്യക്കാരാണുള്ളത്. അപ്പോൾ ഇന്ത്യക്കാർ ഇങ്ങോട്ടേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ സായിപ്പ് ഇതുപോലെ പണിയെടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സായിപ്പ് 5 ദിവസം പണിയെടുക്കും, അതും 6-ാമത്തെയും 7-ാമത്തെയും ശനിയും ഞായറും സായിപ്പിന് വെക്കേഷൻ മൂടാണ്. പക്ഷേ ഇന്ത്യക്കാർ അങ്ങനെയല്ല. ഏത് പാദരാത്രി വിളിച്ചാലും ഫോൺ എടുക്കും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിച്ചു തരും. അവരുടെ ടെക്നിക്കൽ സ്കില്ലെന്ന് പറയുന്നത് അത്രയ്ക്ക് മികച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ മത്സരശേഷിയെയും കോർപ്പറേറ്റ് രംഗത്തെയും സകലമാന ടെക് ആപ്പുകളെയും പിടിച്ചു വലിക്കാനുള്ള, അതായത് പിറകിലേക്ക് പിടിച്ചു വലിക്കാനുള്ള ട്രംപിൻ്റെ ഈ നീക്കമാണ് ഇപ്പോൾ അമേരിക്കയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ചില കുടിയേറ്റക്കാരല്ലാത്ത തൊഴിലാളികളുടെ പ്രവേശനം നിരോധിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ സെപ്റ്റംബർ 19 പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്യുന്നതാണ് വ്യാഴാഴ്ച ഫയൽ ചെയ്യുന്ന കേസ്. H1B വിസ പ്രോഗ്രാം നിയന്ത്രിക്കാനുള്ള കോൺഗ്രസിന്റെ അധികാരം ലംഘിച്ചുകൊണ്ട് തീരുമാനം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ ലംഘനമാണെന്ന് ചേംബർ വാദിക്കുന്നു. ഹോംലാൻഡ് സെക്യൂരിറ്റി, സ്റ്റേറ്റ് വകുപ്പുകൾ അവരുടെ സെക്രട്ടറിമാരായിട്ടുള്ള ക്രിസ്റ്റി എൽനോ, മാർക്കോ റൂബിയോ എന്നിവരെ കേസിൽ പ്രതിയാക്കി എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. സ്റ്റാർട്ടപ്പുകളിലും ചെറുകിട ബിസിനസ്സുകളിലും ഇത് വലിയ രീതിയിലുള്ള ആഘാതം നിലവിൽ തന്നെ അമേരിക്കയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം എല്ലാം തന്നെ തച്ച് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പണിയെടുക്കാൻ ആളില്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക ട്രംപിന്റെ ഈ നയം കാരണം മുന്നിലേക്ക് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.